ഗുജറാത്തിലെ ഒരു മലമുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശക്തിക്ഷേത്രമുണ്ട്, പാവ്ഗഡ് മഹാകാളി ക്ഷേത്രം. പക്ഷേ ഈ മലയുടെ മുകളിലുള്ളത് ഒരു ക്ഷേത്രം മാത്രമല്ല. ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പ്രകൃതിയുടെ ചരിത്രമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടകളുണ്ട്. ഒരു കാലത്ത് ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഒരു നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അതിലുപരി ഇന്ത്യയിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഇടം നേടിയ ഒരു അത്ഭുത ഭൂമിയാണ് ഇത്. ഗുജറാത്തിലെ പഞ്ച്മഹൽ ജില്ലയിലാണ് പാവ്ഗഡ് സ്ഥിതി ചെയ്യുന്നത്. താഴെ ചമ്പാനീർ എന്ന ചരിത്ര നഗരവും അതിനു മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പാവ്ഗഡ് മലയും. ഇവ രണ്ടും ചേർന്നാണ് ചമ്പാനീർ പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് എന്ന വലിയ ചരിത്രപ്രദേശം രൂപപ്പെടുന്നത്. പാവ്ഗഡിൻ്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മലയുടെ താഴെയുള്ള ചമ്പാനീറിലേക്ക് നോക്കണം. ഇന്ന് ഇവിടെ കാണുന്നത് പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. പക്ഷേ ഒരു കാലത്ത് ഇവിടെ വലിയൊരു നഗരം നിലനിന്നിരുന്നു. കോട്ടകൾ, കൊട്ടാരങ്ങൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, കിണറുകൾ, ജലസംഭരണ സംവിധാനങ്ങൾ, ഇങ്ങനെ ഒരു നഗരത്തിന് ആവശ്യമായിരുന്ന നിരവധി നിർമ്മിതികൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ മഹമ്മൂദ് ബഗാഡയുടെ കാലത്ത് ചമ്പാനീർ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായി മാറി. പാവ്ഗഡിലേക്ക് എത്തുന്നതിനായി മലയുടെ ഒരു വശം വരെ റോഡ് മാർഗം എത്തിച്ചേരാം. അവിടെ നിന്നും നമുക്ക് റോപ്പ് വേ വഴിയോ നടന്നോ കയറിപ്പോകാവുന്നതാണ്. റോപ്പ് വേയിലാണെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് നമുക്ക് മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച കാളികമാതാ ക്ഷേത്രമാണ്. ഗുജറാത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് നവരാത്രി പോലുള്ള ആഘോഷത്തിൽ. ഇങ്ങനെ ഇന്ത്യയിലെ അധികം അറിയപ്പെടാത്തതും കൗതുകകരവുമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള യാത്രകളും കഥകളും ഇഷ്ടമാണെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.